സിബി, ഇതൊരു ഫുഡായില്ലേ? ഒക്കെ പോവാറായല്ലോ. ഇപ്പൊ എടുക്കാം എത്താ. ആ ഇത്താ, ഇന്ന് കാക്ക വരുമ്പം ബാഗ് വാങ്ങിക്കൊണ്ട് വരാൻ ഒന്ന് ഓർമ്മിപ്പിക്കണേ. അല്ല, മോന് നാളെ സ്കൂൾ തുറക്കുമല്ലേ. അവൻ്റെ ബാഗ് അങ്ങ് ചീത്തയായി, കൊണ്ടുപോകാൻ പറ്റാത്ത. എല്ലാ കൊച്ചുങ്ങളും പുതിയത് കൊണ്ടുവരുമ്പോഴേ അവനൊരാഗ്രഹം കാണല്ലേ. ഒരു കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്ക് ഇക്ക വിടുന്ന പാടേ അത് ഞാനേ കാണുന്നത്. ഇന്നലെ തൊട്ടേ എന്നോട് ചോദിച്ചു, മൂത്താപ്പടുത്ത് പറ ഒരെണ്ണം വാങ്ങിത്തരാനെന്ന് പറഞ്ഞു. ബുക്കൊക്കെ വാങ്ങിയോ? ആ, ബുക്കൊക്കെ എൻ്റെ ആങ്ങളെ വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷെ ബാഗില്ലായിരുന്നു അതില്. ഓ ഓ ഓ ശരിയാ. അവൻ്റെ ബാഗ് അങ്ങ് പൊട്ടിപ്പോയിത്താ. അത് സാരമില്ല, ഹാഫിസിന്റെ പഴയ ബാഗ് ഒരെണ്ണം ഇവിടെ കാണണം. അത് ഞാൻ എടുത്തു തരാം. അതൊന്ന് കഴുകി ചെറിയ തയ്യലങ്ങണ്ട് ഇട്ടാൽ മതി. അതാക്കി കൊടുപ്പ തൽക്കാലം. കുഴപ്പമില്ല, അത് മതിത്താ. സ്കൂൾ ഉറപ്പ് എന്തുമാതിരി ചെലവാ. ഇനി അതും കൂടെ പറഞ്ഞുകൊണ്ട് ഇക്കാലത്ത് ചെല്ലണ്ട. ഇത്രയും പേരെ ചെലവും കാര്യങ്ങളും തന്നെ നോക്കിക്കൊണ്ടു പോകുന്ന കാര്യം ഇക്കായ്ക്ക് അറിയാം. നീ പെട്ടെന്ന് ഫുഡ് എടുക്ക്. അല്ല, ഇപ്പൊ എടുക്ക. ഇറങ്ങിയ പോവാറായ? ഒക്കെ പോവാറായി. ഇപ്പൊ കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഇറങ്ങുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കണം. പെട്ടെന്ന് എടുത്തു പോയി. എന്റെ കുഞ്ഞിനോട് ഞാൻ ഇനി എന്താ പറയും? പുതിയ ബാഗ് എന്ന് എത്ര ദിവസമായിട്ട് പറയുക. ഉണ്ടായിരുന്നപ്പോ അത് പറയുമോലും വേണ്ടായിരുന്നു. ഫുഡ് എടുത്തില്ലേ? അതാ ഇപ്പൊ എടുക്കാത്താ. ജോലി തന്നെ അമ്മേ. ഞാൻ പറയുന്ന കേക്ക്. എന്താ മോനെ? നാളെ എനിക്ക് സ്കൂള് തുറക്കും. സ്കൂള് തുറക്കല്ലേ. അമ്മേ, എനിക്ക് ബാഗ് മൂത്താപ്പടുത്ത് പറഞ്ഞാ മേടിക്കാൻ. അമ്മ മൂത്താപ്പടുത്ത് പറയേ. മോനിക്ക് അല്ലെങ്കിൽ ഹാഫിസ്ക്കാടെ പഴയ ബാഗ് മതിയാ? എന്റെ പൊട്ട ബാഗായി പോയില്ലേ അമ്മേ, അതുകൊണ്ടാ. സാരമില്ല, നമുക്ക് വാങ്ങിക്കാം. കിട്ടിയില്ലെങ്കിലും മോൻ ഇപ്പൊ ഉമ്മ ഹാഫിസ്ക്കാടെ ബാഗ് തൽക്കാലം വാങ്ങിത്തരാം. അത് കൊണ്ടുപോകൂ. എന്താ അമ്മേ, വാപ്പി ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഓരോ വർഷം പുതിയ ബാഗൊന്നും മേടിച്ചു തരുമായിരുന്നല്ലോ അമ്മേ. അതിനിപ്പോ നമ്മളെ വാപ്പി ഇല്ലല്ലേ. മക്കള് വിഷമിക്കണ്ടേ. മാമടുത്ത് പറഞ്ഞെങ്കിൽ വാങ്ങിത്തരാം കേട്ടാ. ആരടുത്തൊക്കെ കാല് പിടിക്കണോ ഒരു ബാഗിന് വേണ്ടി? അങ്ങനൊന്നും ഇല്ല, അത് സാരമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് വെക്കൂടെ അമ്മേ? അത് മോനെ, ഇവിടുത്തെ വീട്ടു ജോലിയിലെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും അമ്മയ്ക്ക് സമയം കിട്ടുന്നത്. മോന്റെ കാര്യമൊക്കെ നോക്കാം കേട്ടാ. സാരമില്ല, മൂത്താപ്പടുത്ത് ഉമ്മി പറഞ്ഞു നോക്കാം കേട്ടാ. ബാഗ് വാങ്ങിക്കാൻ കേട്ടാ. മോൻ വിഷമിക്കണ്ട. മക്കള് പോയി നാളെ കൊണ്ടുപോകാനുള്ള എല്ലാം എടുത്ത് ബുക്കൊക്കെ എടുത്ത് വെയ്. നാളെ എന്റെ പഴയ കൂട്ടുകാരെല്ലാം വരും. 2 മാസത്തിന് ശേഷം വരിക. എല്ലാരെയും കാണാം കേട്ടാ. ശരി, ഉമ്മിക്ക് ഇത്തിരി ജോലിയും കൂടെ ഉണ്ട്. മോ ഉറങ്ങിക്കോ. ഉമ്മിയുടെ ജോലി തീർത്തിട്ട് ഉമ്മി വന്ന് കിടക്ക കേട്ടാ. ബാഗ് എവിടെ? മേടിച്ചില്ലേ മോന്? ബാഗ് ഇല്ലേ മോനെ? ഇല്ല മുത്തപ്പ, മറ്റേ കീറിപ്പോയായിരുന്നു. മോൻ നേരത്തെ പറയായിരുന്നു എന്ത് മുത്താപ്പ അടുത്ത്? ഉമ്മയുടെ അടുത്തും മൂത്തുമ്മ അടുത്തും പറഞ്ഞായിരുന്നു. മൂത്താപ്പ അടുത്ത് പറയാന്ന് പറഞ്ഞു. മോനെ, കടയെല്ലാം അടച്ചു കാണൂല്ലേ? ഇനി നാളെ മേടിച്ചു തരാം മുത്താപ്പ ബാഗ്. എന്റെ വാപ്പിയാണെങ്കിൽ ഞാൻ പറയത്തോലും ഇല്ല. വാപ്പി നല്ല നല്ല ബാഗ് മേടിച്ചോണ്ട് വരും. മൂത്താപ്പ എന്താ മൂത്താപ്പ മറന്നുപോയ?
എന്റെ വാപ്പ ഇല്ലാത്തതിന് എനിക്ക് ഇപ്പോഴാ വിഷമം തോന്നുന്നു. മോൻ വിഷമിക്കണ്ടേ. ആ വന്നാ എടി നിനക്ക് മോന് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് നീ പറയായിരുന്നത് എന്റെ അടുത്ത്. ആ അതിനിപ്പോ ഇവിടെ ബാഗൊക്കെ ഉണ്ടല്ലേ. ആ നീ പോയി കിടന്ന് ഉറങ്ങ, നാളെ സ്കൂളിൽ പോണ്ടല്ലേ. ചെല്ല് മുൻ പോ, കഴിക്കാൻ തരാം. ഡി അതെന്റെ അനിയന്റെ കുഞ്ഞാണ്, നീ എന്നെ ഓർമ്മിപ്പിക്കായിരുന്നത്. അവനത് വാങ്ങി കൊടുക്കണ്ടായിരുന്നാ? അവൻ വിഷമിച്ചല്ലേ പോയത്. നിങ്ങളുടെ എന്താ ഉദ്ദേശം? നിങ്ങൾക്കിപ്പോ 2 കുടുംബോ? അനിയൻ മരിച്ച് എന്നിട്ടും അവൾ ഇവിടെ പോവാതെ ഇവിടെ നിൽക്കുക. കാര്യം തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ടല്ലേ, എല്ലാ ചെലവ് കാര്യം എല്ലാം നിങ്ങൾ നോക്കുമല്ലേ. പിന്നെ എങ്ങനെ പോവും? പിന്നെ നിങ്ങളെ വാപ്പായും വിടത്തില്ല. മോൻ്റെ ഭാര്യയാണ് കൊച്ചാണെന്ന് പറഞ്ഞു ഇവിടെ പിടിച്ച് നിർത്തിയേക്കുക. ഇന്നിപ്പോൾ ബാഗ്, നാളെ ഡ്രസ്സ്, കാര്യങ്ങൾ. എന്തു ഇത് 2 കുടുംബത്തിന്റെ ചെലവാ. ചെലവല്ലേ, അത് സാരമില്ല, അതൊക്കെ അങ്ങ് നടക്കും. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തെങ്കിലും മിച്ചമുണ്ടോ? ദിവസവും വരുന്ന ചെലവാക്കി 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 തീർക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം, ഇതിന്റെ പകുതി ഷെയർ എന്ന് പറയുന്നത് അവർക്ക് അവകാശപ്പെട്ടതെന്നല്ലേ പറയുന്നത്. ഇപ്പോഴേ നിങ്ങളെ വാപ്പ പറയുന്നല്ല, പകുതി എൻ്റെ ഇളയ മോനിക്കുള്ളതാണ്. ആ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പോഴെന്താ ചെയ്യണം? കുറെ വർഷവും കൂടെ കഴിയുമ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്ന ചിലപ്പം കോടികളായിരിക്കും. അതിന്റെ പകുതി നിങ്ങൾ കൊടുക്കണം. അത്രയും കാലം നിങ്ങളെ പോറ്റുകയും വേണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എത്ര ദിവസമായിട്ട് നിങ്ങളെ പറയുന്നത്, ഒരു 5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്, അറിയാല്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് തന്ന പൈസ. നിങ്ങൾ അതൊരു കാര്യം ചെയ്യും, ഇതൊരു 10 ലക്ഷം രൂപ വില പറഞ്ഞിട്ട് 5 ലക്ഷം കൊടുത്ത് പഴയ ബാധ്യത ഒഴുക്കി. മനസ്സിലായ? എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു മനുഷ്യൻ. നീ എത്ര നാളുകൊണ്ട് പറയുന്ന? 6 മാസമായല്ലേ. അവളെ വീട്ടുകാരും വന്ന് വിളിച്ച്, ചെറുപ്പക്കാരിയാണ്, അവർ കൊണ്ടുപോയി ഒരു കെട്ടിക്കുകയോ അടിക്കുകയോ ചെയ്യാന്ന്. എന്നിട്ട് നിങ്ങളല്ലേ സമ്മതിക്കാത്ത? നിങ്ങളെ വാപ്പായി. ഇവിടെ നിൽക്കിട്ട് ചെലവും കൊച്ചിന്റെ കാര്യം എല്ലാം നോക്കാന്ന്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലേ, ഈ വീട്ടിലെ ജോലിയെല്ലാം അവളല്ലേ ചെയ്യുന്നത്. അവളുടെ ഒരു വേലക്കാരിയായിട്ടല്ലേ നിൽക്കുന്നത്. നിനക്കൊരു സഹായത്തിനും അവളില്ലേ. നീ ഇവിടെ എന്ത് ജോലിയാ ചെയ്യുന്നത്? വീട്ടു ജോലി എല്ലാം ചെയ്യും. അതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും അറിയണ്ട. വീട്ടു ജോലി മാത്രം ചെയ്തോണ്ടിരുന്നാ മതിയാ? ഇതേ കണക്ക് പൈസ അങ്ങോട്ട് പോകുന്ന വഴി അറിയത്തില്ല. ഒരു ബാഗ് വേണമെങ്കിൽ എത്ര രൂപ വേണം? 1000-1500 രൂപ. അത് സാരമില്ല. ബുക്കും കാര്യങ്ങളൊക്കെ അവളെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തു. എന്ത് ബാഗ് വാങ്ങിയില്ലേ? ഇല്ല, നിങ്ങളെ തലമണ്ടേ വെച്ച് തരാനായിട്ട്. ആലോചിച്ചാ കൊള്ളാം. മോളെ സിബി, മോളെ സിബി. എന്താ പാപ്പ എവിടെ പോയിരുന്നു? എവിടെ മോളെ ഫഹദ്? ഫഹദേ, റൂമിലുണ്ടായിരുന്നു. പാപ്പ എവിടെ പോയിരുന്നു? എന്നാ മോളെ ഫഹദിന് ബാഗ് മേടിച്ച്. ഉമ്മയെ ഉപ്പ എനിക്ക് ബാഗ് മേടിച്ചു. കൊള്ളാം ഉമ്മേ, നല്ല ബാഗ്. ഉമ്മേ കൊള്ളാം ഉമ്മേ, ഞാൻ വിചാരിച്ച കണക്കത്തെ ബാഗ് തന്നെ ഉമ്മേ. ഉപ്പ മോനെ കൊള്ളാം ബാഗ്. മോന് സന്തോഷമായ? മോൻ നല്ലതുപോലെ പഠിക്കണേ. നാളെ സ്കൂൾ തുറക്കല്ലേ? കൊള്ളാം മോനെ. ബാഗ് മോൻ ഇഷ്ടപ്പെട്ടാ? സന്തോഷായ? ഇനി മോൻ പോയി കിടന്ന് ഉറങ്ങാതിരിക്കുകയായിരുന്നു ഇതുവരെ. സന്തോഷായല്ലേ? ചെന്നു ബുക്കൊക്കെ എടുത്തു പോയേ. വാപ്പയുടെ പൈസ എവിടുന്ന് വാപ്പാ? അപ്പൊ അവിടെ ഒരു ചെറിയൊരു കടയിൽ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പറക്കി കെട്ടി കൊടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ജോലിക്ക് അവിടെ നിൽക്കാം മോളെ.
ഓ, വാപ്പായെ കൊണ്ട് വയ്യാത്ത വാപ്പ എന്നിട്ട് ജോലിക്ക് വന്നത്? എനിക്ക് ചെറിയ ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉണ്ടല്ലേ മോളെ. എൻ്റെ ചെലവ് നടക്കത്തില്ലേ? കുഞ്ഞിൻ്റെ ആഗ്രഹത്തിനൊരു ബാഗ് വാങ്ങി കൊടുക്കാനും പറ്റിയില്ലേ എനിക്ക്? അത് വാപ്പാടെ ഈ പ്രായത്തില് ഞങ്ങൾക്ക് വേണ്ടിയാണോ വാപ്പാ? മോളെ, മോളടുത്ത് ഞാൻ ഇനി ഒരു കാര്യം പറയാം. മോള് ഇത്രയും നാൾ മോളെ ഒരു ജോലിക്ക് വിടാത്ത എന്തെന്ന് പറഞ്ഞാൽ മോന് മരിച്ചു പോയപ്പോൾ എല്ലാവരും പഴിക്കും എന്നെ. മോള് ഇനി അവരെ ഒന്നും കാല് താങ്ങാൻ നിൽക്കരുത് മോളെ. മോൾ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് മോളെ കാര്യങ്ങളെങ്കിലും അങ്ങ് നടക്കും. ഒരു കുഞ്ഞും ഉള്ളതല്ലേ, അതിനൊരു മുട്ടായെങ്കിലും നിനക്ക് ചോദിച്ചാൽ വാങ്ങി കൊടുക്കാൻ പറ്റുമല്ലേ? മോക്ക് അവിടെ ഒരു ചെറിയ ഒരു ബാങ്കിൽ ചെറിയ ഈ ചിട്ടിയൊക്കെ പിരിവുള്ള ഒരു ബാങ്കിൽ വാപ്പ പറഞ്ഞിട്ടുണ്ട്. അവിടെ മോക്ക് ഞാൻ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. മോൾ അതിന് പോകണം. അത് വാപ്പ ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട്. അല്ല മോളെ, മോളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. മോൾ ഇനി ആരെയും കാല് പിടിക്കാൻ നിൽക്കരുത്. അവരുടെ അടുത്തൊന്നും പോയി കെഞ്ചി കിഴിഞ്ഞൊന്നും മോള് പോയി നിൽക്കണ്ട. അത് വാപ്പ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ വാപ്പ? മോൾ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ വാപ്പ കാണുമ്പോൾ തന്നെ ഒരു വിഷമം മോളെ. നീ കാലത്ത് 8 മണിയാകുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ അവരൊക്കെ വേവിച്ചങ്ങ് തിന്നോളും. നീ കാലത്ത് 8 മണിയാകുമ്പോൾ ഞാൻ ജോലിക്ക് പോകും. മോൾ എൻ്റെ കൂടെ വന്നാൽ മതി. കുഞ്ഞ് നാളെ തൊട്ട് സ്കൂളിൽ പോകുമല്ലേ. കുഞ്ഞ് കാലത്ത് 8 മണിയാകുമ്പോൾ റെഡിയാക്കി വിട്ടാൽ ബസ് വരും. അതിൽ കയറ്റി വിട്ടിട്ട് മോൾ എൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ അങ്ങോട്ടാക്കി തരാം. തിരിച്ച് പാപ്പ വരുമ്പോൾ മോളെ അങ്ങ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. പിന്നെ ഈ വീട് ഒരുത്തരും നിന്നെ ഇറക്കി വിടത്തില്ല മോളെ. ഇവിടെ ഇതിന് അവകാശം പെടാനും ഇവിടെ ആരുമില്ല. ഇത് എൻ്റെതാണ്. ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മോള് വിഷമിക്കണ്ട. ഞാൻ വരാം വാപ്പ. വാപ്പ എന്നെ സ്വന്തം മോളക്കണക്കെ കാണുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് വലിയ ഉപകാരം വാപ്പ. എൻ്റെ കുഞ്ഞൊരു മുട്ടായി പോലും ആഗ്രഹിച്ച് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ ചില സമയത്ത് വലിയ ഉപകാരം എനിക്കൊരു ജോലി കിട്ടിയത്. പാപ്പാക്ക് ചോറെടുത്ത് പോയി മോളെ. ആ മോളെ, മോളടുത്ത് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. മോളൊരു കാര്യം മനസ്സിലാക്കണം. ആ കുഞ്ഞിൻ്റെ അവസ്ഥ മോക്കാണ് വന്നെങ്കിലേ മോളൊന്ന് ചിന്തിച്ചു നോക്ക്. നിന്നെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയാൽ നിനക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും? നിന്റെ മക്കളോടാണ് ആരെങ്കിലും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നീ സഹിക്കുമോ? ഒറ്റപ്പെട്ടുപോയാൽ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടല്ല മോളെ ചെയ്യേണ്ടത്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. മോള് ഇനി അവളോട് അങ്ങനെയൊന്നും പെരുമാറല്ലേ. നീ അവളെ സ്വന്തം അനിയത്തിയായിട്ട് കാണ്. പാപ്പ എന്നോട് ക്ഷമിക്കൂ പാപ്പ. ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പാപ്പ. മോളെ, സിബിയും നീയും എനിക്ക് ഒരുപോലെയാണ് മോളെ. ഇങ്ങനൊരവസ്ഥ നിനക്കാണ് വന്നെങ്കിൽ നിന്നെയും മോളെ ഞാൻ നിന്നെയും ചേർത്ത് പിടിക്കും. എൻ്റെ ജീവനുള്ള കാലത്തോളം എൻ്റെ മക്കളും മരുമക്കളും എല്ലാം എനിക്ക് മക്കളാണ് മോളെ. ആ കുഞ്ഞിനെ നീ ഒട്ടും മാറ്റി നിർത്തല്ലേ മോളെ. ഇല്ല പാപ്പ, എന്നോട് ക്ഷമിക്കൂ പാപ്പ. ഞങ്ങനൊന്നും ഉണ്ടാകത്തില്ല പാപ്പ. എന്നോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അത് വെച്ചിട്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പാപ്പ. എന്നോട് ക്ഷമിക്കണം. ആ പോട്ട് മോളെ, കഴിഞ്ഞ കാര്യം കഴിഞ്ഞ്. നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. പാപ്പായ്ക്ക് ചോറ് ഞാൻ എടുത്തു തരാം. മോളെ, സിബി എടുക്കുന്ന ബാ അങ്ങോട്ട് ആഹാരം കഴിക്കാം എല്ലാവർക്കും. സിബി, ഞാൻ എടുക്കാം പാപ്പായ്ക്കുള്ള ചോറ്.